ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എപ്പിസോഡ് റിവ്യൂയിലേക്ക് രണ്ടാമത്തെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തല്ലിയവരെ കുറിച്ച് പറഞ്ഞു. ഇനി തലോടിയവരാരൊക്കെയെന്ന് അറിയണ്ടേ? ഞാൻ നേരത്തെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. കാരണം എപ്പിസോഡ് തീരുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു ദേഷ്യം ഉണ്ടല്ലോ. കാരണം ഒരു നല്ല എപ്പിസോഡ് കാണുമ്പോൾ ലാലേട്ടൻ നന്നായിട്ട് പ്രതികരിക്കേണ്ട എല്ലാ കാര്യത്തിലും ഇപ്പം നമ്മൾ ഒരാളിനെ പ്രതികരിക്കാതെ വിടണം. തെറ്റ് ചെയ്തവരാരായാലും എല്ലാവരെയും ഒരുപോലെ പ്രതികരിക്കുകയാണെങ്കിൽ നമുക്കതിന് ഒരു പ്രശ്നമില്ല. ഇപ്പം ഈ ആഴ്ചയിൽ അവിടെ കള്ളം ചെയ്തതും തെറ്റ് ചെയ്തതും അതുപോലെ തന്നെ കോയിൻസ് ആ സോഫയുടെ അടിയിലോട്ട് ഒളിച്ചു വെച്ചത് ഒന്നും ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. ഞാൻ പിന്നീട് എടുത്തോളാം എന്ന് പറഞ്ഞു. ജയിലിൽ കിടക്കേണ്ട ആൾക്കാരെ പോലും ജയിലിൽ ഇടാതെ അവരത് ഒളിച്ചു വെച്ച് ഇത് അനീഷോ അനുമോളോ ആയിരുന്നു എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കുടെ എക്സ്ട്രീം ലെവൽ ദേഷ്യമാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇന്ന് ഞാൻ എക്സ്ട്രീം ലെവൽ എന്നുള്ള വാക്ക് പിടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആ ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റത്തുണ്ട്. ഞാൻ ഇങ്ങനൊന്നും അല്ല സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ലാലേട്ടനായതുകൊണ്ട് കുറച്ച് കൺട്രോൾ ചെയ്തിരിക്കുക. കാരണം ഞാൻ ആദ്യമായിട്ട് മുഖം കാണിച്ച ഒരു ക്യാമറയുടെ മുന്നിൽ ഒരു ബിഗ് സ്ക്രീനിൽ മുഖം കാണിച്ചത് ലാലേട്ടനായതുകൊണ്ട് ലാലേട്ടൻ്റെ കൂടെ നേര് മൂവിയിലാണ് ഞാൻ ആദ്യമായിട്ട് 4 ദിവസം എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള അവസരം രാവിലെ മുതൽ വൈകുന്നേരം ഒരു 7 മണി വരെയും ഇരിക്കാനുള്ള 4 ദിവസം കണ്ടിന്യൂസിൽ ഇരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി ഇതുകൊണ്ടും അദ്ദേഹത്തിനെ നമുക്ക് ഇഷ്ടമായി ഒരു ബഹുമാനത്തോടു കൂടി കാണുന്നത് കൊണ്ട് ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്നാലും ഇപ്പോൾ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഈ ലാലേട്ടൻ ഈ അക്ബറിനെയും നിവിനെയും ആരിനെയൊക്കെ ഇത്രയും കൂടുതൽ ആദില നൂറ ഇവരെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അക്ബറിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഷോ ഡയറക്ടറും അതുപോലെ തന്നെ ഷോയിലുള്ള പല ആൾക്കാരും. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. സോഷ്യൽ മീഡിയ വഴി ഇതെല്ലാം വരുന്നുണ്ട്. അക്ബറിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഇന്നിപ്പോൾ ലക്ഷ്മിയും അക്ബറുമായിട്ടുള്ള ഒരു എവിക്ഷനിൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരിക്കലും വരേണ്ട ആവശ്യമില്ല. ഏറ്റവും ലാസ്റ്റിൽ വോട്ടിൽ കിടന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞ നെവിനാണ്. നെവിനെയും ലക്ഷ്മിയും കൂടിയാണ് അങ്ങനെ കൊണ്ടുപോകേണ്ടത്. പക്ഷേ എന്തുകൊണ്ടാണ് ലക്ഷ്മിയെയും അതുപോലെ തന്നെ അക്ബറിനെയും കൊണ്ടുപോയത് എന്ന് വെച്ചാൽ അക്ബറിനെ പുറത്ത് കൊണ്ടുചെന്ന് പുറത്തുള്ള കാറിനകത്ത് ഇരുത്തിയാൽ ഒറ്റ ആളേ ഉള്ളൂ. ആ ഡ്രൈവർ തന്നെ പറഞ്ഞേൽപ്പിച്ചാൽ മതി. ആ വണ്ടി ഓടിക്കുന്ന ആൾ തന്നെ ഇവരുടെ ക്രൂവിലുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അയാൾ തന്നെ പറഞ്ഞേൽപ്പിച്ചാൽ മതി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഒരു 10 സെക്കൻഡ് 30 സെക്കൻഡിൻ്റെ ആവശ്യം പോലും ഉള്ളൂ ഒരു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ. ജസ്റ്റ് ഒരു ക്ലൂ മതി. ആ 30 സെക്കൻഡ് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അകത്തോട്ട് വന്നതിന് ശേഷം അക്ബർ ആകപ്പാടെ മാറി എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ രാത്രിയിൽ ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ ഒരു പിക്ക് കാണുമ്പോൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും അക്ബർ സോഫയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത്. അക്ബർ ആലോചിക്കുകയാണ്. അക്ബറിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെ വർക്കൗട്ട് ആക്കണമെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലാലേട്ടൻ്റെ ഈ തലോടൽ എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളാണെന്നല്ലോ പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് കൃത്യമായി വിവരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ ഷോയിൽ പറയുന്ന ഈ ഷോ നടത്തുന്ന അല്ലെങ്കിൽ ഷോയുടെ ഡയറക്ടർമാരും ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരും പറയുന്ന അനുസരിച്ച് ലാലേട്ടൻ അവരുടെ കയ്യിലെ കളിപ്പാവയായി പോകുന്നു പലപ്പോഴും. ഈ കുറച്ച് ദിവസമായിട്ട് നമ്മളത് കാണുന്നതാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെ ഒരാളിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ അവരങ്ങ് ശ്രമിക്കുകയാണ്. പക്ഷേ ജനങ്ങളൊട്ട് സമ്മതിക്കുന്നില്ല. ആ ഒരു ദേഷ്യം എല്ലാം കൂടി ഓരോ എപ്പിസോഡിലും ആ വ്യക്തികളുടെ നേരെ അല്ലെ വിഷം ചീറ്റുന്ന പോലെ വിഷം വമിക്കുമല്ലോ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ലാലേട്ടൻ വന്നിന്ന് കാണിക്കുന്നത്. ലാലേട്ടന് ഓരോ പ്രാവശ്യം ഓരോ സീസണിലെ ലാലേട്ടന് ഒരുപാട് ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം ഈ ഷോയുടെ അവതാരകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് അനുഭവമാണ്. പക്ഷേ ഈ ഷോ എന്ന് പറയുന്നത് ജനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളില്ലെങ്കിൽ ഷോ ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള ഷോകൾ ജനങ്ങൾ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ ഈ ഷോ ഇല്ല. ഈ ഷോ നടത്തിക്കൊണ്ട് പോകുന്നതും അല്ലെങ്കിൽ ഈ ഷോയുടെ നട്ടെല്ലെന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളാണ്, സാധാരണക്കാരായ ജനങ്ങളാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം ആരും ബിഗ് ബോസിലേക്ക് ഇവരുടെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് എടുത്തോട്ടെ. ഇപ്പോൾ അവർക്ക് സ്വാധീനമുള്ള അല്ലെ അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഷോയിലേക്ക് എടുത്തോലെ. പക്ഷേ ഷോയിൽ കയറി കഴിഞ്ഞാൽ അവരെല്ലാം ഒരുപോലുള്ള കണ്ടസ്റ്റൻറ്റുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പെരുമാറും. ഒരാൾ ഇപ്പം ഒരു കൂട്ടത്തിൽ 5 പേര് തെറ്റ് ചെയ്താൽ 5 പേരെയും എടുത്തു പറയൂ, 5 പേർക്കും അതനുസരിച്ചുള്ള കാര്യങ്ങൾ പറയൂ. ഇത് ഒരു തെറ്റ് ചെയ്ത് ഒരാൾ ഒരു 5 പേര് തെറ്റ് ചെയ്താൽ അതിൽ 3 പേരെ കളഞ്ഞിട്ട് 2 പേരെ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്ത് ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർ നമ്മൾ ഉരുളൻകിഴങ്ങല്ല കഴിക്കുന്നത്. ഒരു ബംഗാളി ഒരുത്തനെ പിടിച്ചിരുത്തിയിട്ട് അവൻ എന്തൊക്കെ കോമാളിത്തരമാണ് കാണിക്കുന്നത്. അവൻ ബംഗാളി ഏതോ ഒരു ഹിന്ദിക്കാരൻ അവനെ പിടിച്ചിരുത്തിയിട്ട് ഒരു മലയാളം ഷോയിൽ വന്നിരുന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത്. കുറേ ആൾക്കാർ വന്ന് അവനങ്ങ് മലയാളം പഠിച്ചത്. അവൻ കുറേ നാളുണ്ട് അവൻ ഉത്തരേന്ത്യക്കാരുടെ മകനാണ്. അവൻ മകനായിട്ട് വന്നിട്ട് ഇവിടെ അവൻ മലയാളം സംസാരിക്കാൻ അവൻ കുറേ പഠിച്ചു. അവൻ തന്നെ പറഞ്ഞു അവൻ എല്ലാത്തിലും പരാജയമാണെന്ന്. അവന് കുറേ പണമുണ്ട്. ആ പണം ഉണ്ടായതുകൊണ്ട് മറ്റുള്ളവരെല്ലാം അവൻ്റെ കീഴിൽ നിൽക്കണം. അവൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കണോ?
അവനിവിടെ അവൻ്റെ ചാറ്റുകളൊക്കെ പുറത്തു നിന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അവൻ ഏതെങ്കിലും പെൺപിള്ളേരുടെ പ്രൊഫൈലിൽ കയറി, ഇൻസ്റ്റ ആയാലും അവരുടെ പ്രൊഫൈലിൽ കയറി അവരെ ഇഷ്ടപ്പെട്ട് തന്നെ ഇൻസ്റ്റയിൽ അവർക്ക് വേണ്ടി മെസ്സേജ് അയക്കും. എന്നിട്ട് അവന് 3 അപ്പാർട്ട്മെൻറ്റ് എന്താ പറയുക ഫ്ലാറ്റുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ട് ക്ഷണിക്കുവാണ്. അത്ര വെറും കോഴി, വെറും ഊളയാണ്. നമ്മുടെ നാട്ടിലൊന്നും സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിർത്താൻ പറ്റാത്ത വൃത്തികെട്ട സ്വഭാവമുള്ളവർ തന്നെ. അപ്പോൾ ആ പെങ്കൊച്ചിന് അനുമോൾ അവിടെ ചെന്നപ്പോൾ അനുമോളോട് ഒരുപാട് മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. അതിനുശേഷം ഗിസേലുമായിട്ട് കൂടി ഗിസേലുമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ വന്ന് ഗിസേൽ പിന്നെ ഇഷ്ടമായിരിക്കും, അവരും ഉത്തരേന്ത്യയിൽ ജീവിച്ചതല്ലേ. അപ്പോൾ എനിക്ക് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അവരുടെ റിലേഷൻ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ പറയുന്നതെല്ലാം ഡബിൾ മീനിങ് ആണ്. അവന് 10-23 വയസ്സുള്ളതാണ്. 23 വയസ്സിൽ അവൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അവനൊരു 10-30 വയസ്സാകുമ്പോഴത്തേക്ക് അവൻ എന്തായിരിക്കും, വേന്ദ്രനാവത്തില്ലേ? അതാണ് അവൻ്റെ കാര്യം. അങ്ങനെ ഒരു കോഴിയായ ഒരുത്തനെയാണ് ഈ ലാലേട്ടൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് അക്ബറാണെ പറയണം. അക്ബറിനെ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി ഈ ഷോയിലെ എല്ലാ ആൾക്കാരും കിണഞ്ഞു പരിശ്രമിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഈ അക്ബർ എന്ന് പറയുന്ന കക്കൂസ് വർത്തമാനം, അവൻ്റെ വായിൽ നിന്ന് ചീഞ്ഞ വർത്തമാനവും കക്കൂസ് വർത്തമാനവും മാത്രമേ വരത്തുള്ളൂ. അവൻ എപ്പോഴെങ്കിലും ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴെങ്കിലും ഒരു നല്ല വാക്കുകൾ സംസാരിച്ച് കേട്ടിട്ടുണ്ടോ? അവനെ ഒരു അനുഗ്രഹീത കലാകാരനാണെന്ന് പറയുന്നു, ഒരു പാട്ടുകാരനാണെന്ന് പറയുന്നു. പാരഡി പാട്ടുകൾ നമ്മൾ പഴയ വീടിരായപ്പൻ്റെ പാട്ടുകൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, അല്ലാതെ ഇഷ്ടംപോലെ പാരഡി കേട്ടിട്ടുണ്ട്. ഇത് ആരെങ്കിലും അപമാനിക്കുന്ന രീതിയിൽ, അവരെ മോശമാക്കുന്ന രീതിയിൽ ചീഞ്ഞ പാരഡിയാണ് അവൻ പാടുന്നത്. ഒരു നല്ല പാട്ടുകാരനാണ് അവൻ. എല്ലാ ദിവസവും 1-2 പാട്ട് പാടിയാൽ തന്നെ എന്തുമാത്രമുണ്ട്. അത്രമാത്രം ചീഞ്ഞ മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള കക്കൂസ് അവൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ മുഴുവൻ കക്കൂസിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. അത്ര വൃത്തികെട്ട ഒരുത്തനെ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി ഷോയുടെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, അതിൻ്റെ കൂടെ ലാലേട്ടനും കൂടി നിൽക്കുന്ന കാണുമ്പോൾ നമുക്കത് അംഗീകരിക്കാനേ പറ്റുന്നില്ല. അതിൻ്റെ കൂടെയാണ് നിവിൻ. ഈ നിവിൻ്റെ ഓവർ അവൻ ഇന്ന് ഓവറായിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വലിയ സംഭവമെന്നാണ് അവൻ വിചാരിക്കുന്നത്. ആദ്യമൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ഓവറാണ്. എന്തിനാണ് അവനിങ്ങനെ കാണിക്കുന്നത്? അവന് 10-30 വയസ്സായില്ലേ, മാന്യമായിട്ട് അവന് ജീവിച്ചൂടെ? ഒന്നിൽ അവൻ്റേതായിട്ട് മാനേഴ്സ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവൻ അഭിനയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. അവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണവും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആദിലൈ നൂറയാണെങ്കിൽ ക്യൂട്ട്നെസ് വാരി അങ്ങ് വിതറുവാണ്. ക്യൂട്ട്നെസ് വാരി വിതറി ഇവിടെയുള്ള യങ്സ്റ്റേഴ്സിനെ, അല്ലെങ്കിൽ ചെറുപ്പക്കാരെല്ലാം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം വശീകരിക്കാമെന്നാണ് നൂറ വിചാരിക്കുന്നത്. ആദില പിന്നെ അത്യാവശ്യം കുറച്ച് സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്ന ആളാണ്. ഉള്ളത് പറയണമല്ലോ, നെഗറ്റീവ് ആണെങ്കിലും ആദില കുറച്ച് സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ നൂറ എന്തുട്ടാണ് നൂറ ഈ കാണിക്കണേ? നൂറയ്ക്ക് എന്ത് ഗെയിമാണുള്ളത്? നൂറയൊക്കെ എടുത്ത് പുറത്ത് കളയേണ്ട സമയം കഴിഞ്ഞില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ലാലേട്ടൻ ഇവർക്കങ്ങ് സപ്പോർട്ടാണ്. ഇവരെ അങ്ങ് തലോടി ഇവരെ അങ്ങ് ഭയങ്കര സംഭവമാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനുമോൾക്കെതിരെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഏതെങ്കിലും ഒരെണ്ണം ചോദ്യം ചെയ്തോ? പിന്നെ അതുപോലെ തന്നെ ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തട്ടിപ്പറിക്കാൻ എന്തൊക്കെയാണ് അവിടെ ക്രൂരത ചെയ്തത്, എന്തൊക്കെയാണ്? അതൊന്നും ഒരു ചോദ്യം ചെയ്യലുമില്ല. അവരെല്ലാം വൈറ്റ് വാഷ് അടിപ്പിച്ച് അവരൊക്കെ നല്ല ആൾക്കാർ. ലാസ്റ്റ് ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സന്തോഷമായിട്ടിരിക്കൂ, അനുമോള്, അനീഷ്, ഷാനവാസ്, നിങ്ങൾ 3 പേര് സന്തോഷമായിട്ടിരിക്കൂ. അതിപ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാരെ സമാധാനപ്പെടുത്താൻ വേണ്ടി. കാരണം പുള്ളിക്ക് തന്നെ അറിയാം, പുള്ളി ഈ ഒരു സൈക്കോ കുറേ ആൾക്കാരുടെ കയ്യിലെ കോമാളിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ എന്തായാലും പച്ച തെറി വിളിക്കും എന്നുള്ളൊരു തോന്നൽ കൊണ്ട് നമ്മൾ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പുള്ളി അവസാനം പറഞ്ഞതാണ് നിങ്ങൾ സന്തോഷകരമായിട്ടിരിക്കുമെന്ന്. അതൊക്കെ വളരെ മോശമാണ് ലാലേട്ട. കാരണം നമുക്ക് എല്ലാവരും നമ്മൾ പിന്നെ ഒരു മനുഷ്യനല്ലേ, നമുക്കിത് കാണുമ്പോൾ ദേഷ്യം എങ്ങനെ വരാതിരിക്കും? ലാലേട്ടനെ പോലുള്ള ഒരു വ്യക്തി അവരുടെ കയ്യിലെ കോമാളിയാകുന്നു, കളിപ്പാവയാകുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു മാനസിക ബുദ്ധിമുട്ടാണ്. എന്തിനാണ് ഇവരെയൊക്കെ ഇത്രയും കൂടുതൽ അനുമോളെയും മനീഷിനെയും ഒന്നും വലിച്ചു കയറേണ്ട ഒരു ആവശ്യകതയില്ല ലാലേട്ട. അക്ബറിനെയൊക്കെ